ഈ വിശുദ്ധ ഖുർആന്റെ ആ ഒരു ക്രോഡീകരണ ചരിത്രം ഒന്ന് ഹ്രസ്വമായിട്ട് വിവരിക്കാമോ? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മനുഷ്യകുലത്തിനായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജിബ്രീൽ മുഖാന്തരം ഹിറാ ഗുഹയിൽ വെച്ച് അവതരിച്ച് തുടങ്ങുന്ന ആ മഹൽ സംരംഭം ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവാത്ത ഒരൊറ്റ ഗ്രന്ഥമുണ്ട് പരിശുദ്ധ ഖുർആൻ. നമുക്കറിയാം, ഇന്ന് നമ്മൾ ചാറ്റ് ജിപിടിയോട് ജമീനോട് ചോദിച്ചാൽ പോലും അത് പറയും. അതെ അതെ, കാന ഖുലുഖുൽ ഖുർആൻ, ഒരു സഞ്ചരിക്കുന്ന ഖുർആൻ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മുടെ കോണ്ടന്റ്. മദീനയിലാകെ ദുഃഖം തളം കെട്ടി നിന്നു. 500-ലേറെ ഹുഫാദുകളായ ഹാഫിദുകളായ സ്വഹാബത്ത് വഫാത്തായ വിവരം കേൾക്കുന്നത്. പരിശുദ്ധ ഖുർആൻ 2 ചട്ടക്കുള്ളിൽ ഒരു ഗ്രന്ഥരൂപത്തിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം പലരും മുസ്ഹഫ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതെ അതെ വിശുദ്ധ റമളാൻ മാസമാണല്ലോ. അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത് ഈ മാസത്തിലാണല്ലോ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അപ്പോൾ ഈ റമളാനിലാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. എന്നാൽ അള്ളാഹു ഖുർആൻ ഇറക്കുന്ന സമയത്ത് ഇന്ന് കാണുന്ന രീതിയിലൊരു മുസഹഫ് രൂപത്തിലായിട്ടല്ലല്ലോ അള്ളാഹു ഇറക്കിയത്. നീണ്ട 23 വർഷക്കാലം ആ ഓരോ സന്ദർഭത്തിനനുസരിച്ച് നബി തങ്ങൾക്ക് അള്ളാഹു തആല ഇറക്കി കൊടുത്തതാണ്. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലൊരു വിഖ്യാതമായൊരു സംഭവമായിരുന്നു ഈ മുസഹഫിൻ്റെ ക്രോഡീകരണം. ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ഖുർആനായിട്ട് ക്രോഡീകരിച്ച ആ ഒരു ചരിത്രം അതറിയണമെന്ന് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അപ്പോൾ ഏതായാലും നമ്മുടെ കോണ്ടന്റുകൾ സാധാരണ അങ്ങനെ കൂടുതൽ ആളുകളും ചെയ്യാത്ത വ്യത്യസ്തമായ രീതിയിലാണ്. ഒരുപാട് ആളുകൾ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മുടെ കോണ്ടന്റ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ റമളാനിൽ നമ്മളൊരു സീരിയസ് ആയിട്ട് റമളാൻ കോണ്ടന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മളിത് തുടരണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും അപ്പോൾ അറക്കൽ ഉസ്താദിനോട് ഇന്ന് നമുക്ക് ചോദിക്കാനുള്ളത് ഈ വിശുദ്ധ ഖുർആന്റെ ആ ഒരു ക്രോഡീകരണ ചരിത്രം ഒന്ന് ഹ്രസ്വമായിട്ട് വിവരിക്കാമോ? ആ പ്രവിശാലമായ ചരിത്രം ഗുളിക രൂപത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷങ്ങൾക്ക് സാന്ദർഭികമായി ഓരോ വിഷയങ്ങളിലും സർവശക്തനായ അള്ളാഹു ഇടപെട്ടുകൊണ്ട് ജിബ്രീൽ മുഖാന്തരം നേരിട്ടിറക്കി കൊടുത്ത മഹൽ വചനങ്ങളാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആന് 2 രീതിയിലുള്ള അവതരണമുണ്ട്. ഒന്ന് ലൗഹുൽ മഹ്ഫൂദിലേക്ക്, അത് ആദ്യമായിട്ടുള്ള ഇറക്കം. ആ ഇറക്കം സംഭവിക്കുന്നത് ബറാഅത്ത് രാവിലാണ്. അതാണ് റസൂലുള്ളാഹി ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാൽ സൂറത്തു ദുഖാനിൽ അതേ സ്ഥാനത്ത് പരിശുദ്ധ ഖുർആന്റെ 2ാമത്തെ അവതരണം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മനുഷ്യകുലത്തിനായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജിബ്രീൽ മുഖാന്തരം ഹിറാ ഗുഹയിൽ വെച്ച് അവതരിച്ച് തുടങ്ങുന്ന ആ മഹൽ സംരംഭം. ഇത് നടക്കുന്നത് പരിശുദ്ധ റമളാനിലെ 27-ാം രാവ് അല്ലെങ്കിൽ പരിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദറിന്റെ തിരുരാത്രിയിലാണ് എന്ന് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന വിശുദ്ധമായ ആയത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ക്രോഡീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഇന്ന ആയത്ത് സൂറത്തുൽ ഫാത്തിഹ ആദ്യം വെക്കണം, 2ാമത് ബഖറ വെക്കണം. ഓരോ സൂറകൾക്കുള്ള പേര് പോലും ആ പേര് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. 114 സൂറകൾക്ക് എന്തുകൊണ്ട് ഓരോ പേരുകൾ വെക്കപ്പെട്ടു എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാം. ഇങ്ങനെ സ്വാഭാവികമായിട്ട് തോന്നുന്നു ചിലപ്പോൾ ബഖറ എന്തുകൊണ്ടൊരു പശു. അതെ അതെ, 200 ചില്ലാനം 300ഓളം ആയത്ത് അല്ലെങ്കിൽ 200 ചില്ലാനം ആയത്തുള്ള പരിശുദ്ധ ഖുർആനിൽ കേവലം 2-3 സൂക്തങ്ങളിൽ മാത്രം പരാമർശിക്കുന്ന ബഖറയാണ് സൂറത്തിന് മൊത്തമായി പേര് പറയുന്നത്. അതുപോലെ വലിയ സൂറത്ത് ഇപ്പൊ ശുഅറാ, വലിയ സൂറത്തില് ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞ് ഒരുപാട് ആ അധ്യായത്തിന്റെ സിംഹഭാഗങ്ങളും അമ്പിയാക്കളുടെ കഥകളും ഒക്കെ പറഞ്ഞിട്ട് എന്ന് തുടങ്ങുന്ന ഒരു ചെറിയൊരു വചനത്തിന്റെ പേരിൽ സൂറത്ത് ശുഅറാ എന്ന് പേര് വെക്കുന്നു. ഇങ്ങനെ ഓരോ ആയത്തുകളും നമ്മൾ എടുത്ത് പരിശോധിച്ച് ഓരോ സൂറകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ സൂറകൾക്ക് എന്തുകൊണ്ട് പേര് വെച്ചു എന്നത് മറ്റൊരു ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ സൂറത്തുൽ ഫാത്തിഹയാണ് ആദ്യം വെക്കേണ്ടത്, സൂറത്തുൽ ബഖറയാണ് 2ാമത് വരേണ്ടത്. ആയത്തിൻ്റെ ക്രമങ്ങൾ ഇങ്ങനെയാണ്. 3-ാം സൂറത്ത് ഇന്നതാണ്, 4 തുടങ്ങി നാസ്
വരെയുള്ള മുഴുവൻ സൂറകളും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സഹാബാക്കളിൽ പലവരും സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാരഥന്മാർ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പലവരും അത് ആവർത്തിച്ച് ഓതിക്കേൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോട് അനുബന്ധിച്ച ആ ഘട്ടങ്ങളിൽ പോലും സഹാബാക്കളിൽ പലരും ഞാൻ ഈ മനഃപ്പാഠമാക്കിയ കാര്യങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി 1ഉം 2ഉം തവണ ഹബീബിന്റെ തിരുസന്നിധിയിൽ വെച്ച് ആ തിരു അധരങ്ങളിലൂടെ കേൾക്കുന്ന മണിമുത്തുകൾ കോരിയെടുക്കുവാൻ വേണ്ടി ആ സഹാബാക്കളിൽ ആയിരക്കണക്കിന് ആളുകൾ ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ ഓരോ യുദ്ധങ്ങൾ വരുന്നു. ആ യുദ്ധകാലങ്ങളിൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ആ ഖുർആൻ 2 ചട്ടക്കുള്ളിൽ ഒരു മുസ്ഹഫ് എന്ന രൂപേണ ഒരുമിച്ച് കൂട്ടേണ്ട ഒരാവശ്യം വന്നില്ല. കാരണം എന്താ? പരിശുദ്ധ ഖുർആനിൽ നാസിഖ് വരുന്നു, മൻസൂഖ് വരുന്നു, ആയത്തുകളുടെ മാറ്റം വരുന്നു, അവതരണത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു, ഓത്തിലുള്ള മാറ്റം വരുന്നു, തറഞ്ഞുമിലുള്ള മാറ്റം വരുന്നു, തിലാവുകളിലുള്ള മാറ്റം വരുന്നു. അഥവാ ഇടയ്ക്കിടെ അവതരിച്ച ആയത്തുകൾ തന്നെ നേരത്തെ അവതരിച്ച ആയത്ത് അത് ദുർബലമാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ആയത്തുകൾ ഇറങ്ങുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലഘട്ടത്തിൽ അത്തരം ചട്ടകൾക്കുള്ളിൽ കേന്ദ്രീകരിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഖുർആനാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹ കാന ഖുലുഖുൽ ഖുർആൻ, ഒരു സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം സഫരിയാവട്ടെ ഹലരിയാവട്ടെ റസൂലുള്ളാഹിന്റെ ജീവിതമാണ് പരിശുദ്ധ ഖുർആൻ, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരാവശ്യം വന്നില്ല. അങ്ങനെയാണ് ഹബീബിൻ്റെ ആ വഫാത്ത് സംഭവിക്കുന്നത്. മദീന മുഴുവനും 2 രാത്രി സൂര്യൻ പോലും ഉദിക്കാതെ വളരെ ആകാശം പോലും കരഞ്ഞ ആ മരണത്തോടുകൂടെ മദീനയിലാകെ ദുഃഖം തളം കെട്ടി നിന്നു. മാത്രമല്ല സഹാബാക്കളിൽ പലർക്കും ഭ്രാന്ത് പിടിച്ചു. അവരിൽ പലരും ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ വധിക്കുമെന്ന് പറയേണ്ട രംഗം പോലും വന്നു. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം റൗള ഷരീഫിൽ സംസ്കരിച്ച ശേഷം അവിടെ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മഹദി ഫാത്തിമത്തു സഹ്റാ ബത്തൂൽ റളിയല്ലാഹുവിനെ ചോദിക്കുന്നുണ്ട് അനസ് റളിയല്ലാഹുവിനോട്, ഓ അനസേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ധൈര്യമുണ്ടായത്? എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീരത്തിൽ മണ്ണ് വാരിയിടാനുള്ള ധൈര്യം വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മോളെ അറിയാം, പക്ഷേ അങ്ങയുടെ ഉപ്പ തന്നെയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മദാ അലാമൻ ഷമ്മ തുർബത അഹ്മദി ഹത്താ യശുമ്മ മദസ്സമാനി ഗവാലിയ. കാലങ്ങൾ ഒരിക്കലും എത്ര വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറമാടിയ ഷറഫാക്കപ്പെട്ട തുർബ, ആ ഷറഫാക്കപ്പെട്ട മണ്ണ്, അതിൻ്റെ ഗന്ധത്തോടും അതിൻ്റെ സുഗന്ധത്തോടും പരിമളം പരത്തുന്ന മറ്റൊരു മണ്ണില്ല എന്ന് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു. അങ്ങനെ ഈ ദുഃഖവേളകൾ മുതലെടുത്തുകൊണ്ട് അവിടെയും ഇവിടെയുമൊക്കെ നിഫാഖിൻ്റെയും അതുപോലെ മുർത്തദ്ദിൻ്റെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്ത് നിന്ന് പിന്നോട്ട് വരുന്ന ചില രംഗങ്ങളൊക്കെ കടന്നു വന്നു. അങ്ങനെയാണ് മുസൈലിമത്തുൽ കദ്ദാബ് നേരത്തെ പ്രവാചകരുടെ ആ ആമുൽ വുഫൂദിൽ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇന്നലെ നാം പറഞ്ഞു, അവസാനത്തെ റമളാനിൽ വുഫൂദുകളുടെ കാലമായിരുന്നു. 9ാമത്തെ റമളാൻ വുഫൂദുകളുടെ കാലമാണ്. ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഘമായി പരിശുദ്ധ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നതിന്റെ വന്ന കൂട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന നജിദിന്റെ റഹ്മാനുൽ യമാനി ഉണ്ടായിരുന്നു. ആ റഹ്മാൻ വന്നിട്ട് ആ യമാമയിലെ റഹ്മാൻ വന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അധികാരത്തിന് ചോദിക്കുന്നുണ്ട്, നബിയെ ഒരു കാര്യം ചെയ്യാം, ഒന്നിരിക്കൽ നിങ്ങളുടെ മരണശേഷം ഞാൻ അങ്ങയുടെ പ്രതിനിധിയായി പ്രവാചകനാകാം. അന്ന് തന്നെ അവന് മോഹമാണ്. ആ കള്ളപ്രവാചകൻ അധികാരത്തിൻ്റെ മോഹം അന്ന് തന്നെ പ്രവാചകരോട് പ്രകടിപ്പിച്ചതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഉപാധി കൂടി പറയാണ്, അല്ലെങ്കിൽ നബിയെ മറ്റൊരു കാര്യം ചെയ്യട്ടെ, ഇങ്ങ് ഈ ഹിജാസിൻ്റെ ഭാഗത്തുള്ള പ്രവാചകനാവട്ടെ, ഞാനങ്ങ് നജ്ദിയൻ ഭൂമികകളിലും അതുപോലെ അങ്ങകലെ ബഹ്റൈനിയൻ മരുഭൂമികളിലും മരുഭൂ താരകളിലുമൊക്കെ ഒരു പ്രവാചകനായി വിലസാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ഒരു കുന്തമെടുത്തുകൊണ്ട് മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഓ മുസൈലിമ,
നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ കള്ളനാണ്. മാത്രമല്ല നിനക്ക് ഒരു ലേശം പോലും ആത്മാർത്ഥതയില്ല. അതുകൊണ്ട് ഈ ഒരു കമ്പിൻ്റെ അധികാരം പോലും നിനക്ക് ഞാൻ തരില്ല, അത് നിനക്ക് ലഭിക്കുകയുമില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതോടെ മുസൈലിമ തിരിച്ചുപോയതാണ്. ഇങ്ങനെയുള്ള മുസൈലിമത്തുൽ കദ്ദാബ് ആവട്ടെ, സജാഹ് ആവട്ടെ, അസ്വദുൽ അനസി ആവട്ടെ, ഇങ്ങനെ പല ആളുകളും പല ഭാഗങ്ങളിൽ നിന്നും പ്രവാചകത്വവാദവുമായി രംഗത്ത് വരികയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ധീരതയുടെ പല നിലപാടുകളും എടുക്കേണ്ടി വന്നു. ആ നിലപാടുകൾ എടുത്ത കൂട്ടത്തിൽ ഈ മുർത്തദ്ദായി പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞുപോയി, അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിനെ അവിശ്വസിച്ച പ്രവാചകർക്കെതിരെ കള്ളപ്രവാചകവാദവുമായി രംഗത്ത് വന്ന ആളുകൾക്കെതിരെ വളരെ ഘോരമായ യുദ്ധങ്ങൾ നടത്താൻ വിവിധ സംഘങ്ങളെ നിയോഗിക്കുവാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നിർബന്ധിതനാവുകയാണ്. ഒരു ഭാഗത്ത് സക്കാത്ത് നിഷേധികൾ, മറുഭാഗത്ത് പ്രതിസന്ധികൾ മാലപ്പടക്കങ്ങൾ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം വന്നു. ഹുംനുഅത്തും അതുപോലെ ആരവങ്ങളുമൊക്കെ ഒരു വാക്ക് കൊണ്ടടക്കാൻ പറ്റുന്ന സ്ഥാനത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മുമ്പിൽ വരുന്നത് പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ മാലപ്പടക്കങ്ങൾ തന്നെയാണ്. ആ സമയത്തെല്ലാം ഊതിക്കെടുത്താൻ വേണ്ടി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ രംഗത്ത് വരികയാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ക്രമാനുഗമമായി വളരെ ക്രമമായി ഹിഫ്ള് പഠിച്ച ഒരുപാട് സഹാബത്തുണ്ട്. അവരും ഇൽമിൻ്റെ മേഖല വിട്ടുകൊണ്ട് യുദ്ധത്തിൻ്റെ മേഖലയിലേക്ക് പോകേണ്ടി വന്നു. അവർ ഹായിലിലേക്ക് പോകേണ്ടി വന്നു. അവർ അങ്ങകലെ വടക്കൻ മേഖലകളിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അവർ അങ്ങകലെ നജിദിൻ്റെ ഭാഗത്തേക്ക് യമാമയിലേക്ക് പോകേണ്ടി വന്നു. അവർ ഹനാക്കിയെ വിട്ടുകടന്നുകൊണ്ട് അപ്പുറത്തുള്ള പർവ്വതങ്ങൾ കയറിക്കൊണ്ട് യുദ്ധ ഭാണ്ഡവുമായി യാത്ര ചെയ്യേണ്ടി വന്നു. ശുറഹ്ബീൽ ബിൻ ഹസനയുണ്ട്, ഖാലിദ് ബിൻ വലീദുണ്ട്. ഇങ്ങനെ തുടങ്ങി പ്രമുഖരായ പല സഹാബികളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പ്രബോധന ദൗത്യവുമായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ നാം പെടുത്ത കള്ളപ്രവാചകവാദം അടക്കി ഒതുക്കുവാൻ വേണ്ടിയുള്ള ഈ യാത്ര നടത്തുകയാണ്. അക്കൂട്ടത്തിൽ യമാമയിലേക്ക് ഏകദേശം 12,000-ഓളം സഹാബത്തിനെ വിന്യസിക്കേണ്ടി വന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക്. ആ യുദ്ധം വളരെ ഗംഭീരമായ യുദ്ധമായിരുന്നു. കാരണം മുസൈലിമത്തുൽ കദ്ദാബ് എന്ന ഈ റഹ്മാനുൽ യമാമ പ്രബോധനം തുടങ്ങിയ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹാഫിളായ, വളരെ നഹാറുൽ റിജാൽ എന്ന പേരുള്ള ഒരു സഹാബി, അദ്ദേഹം സഹാബിയായിരുന്നു, ഹാഫിളായിരുന്നു, പരിശുദ്ധ ഖുർആൻ കൃത്യമായി മനഃപ്പാടമാക്കിയ ഹാഫിളായിരുന്നു. പക്ഷേ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന നജിദിൻ്റെ രാജാവ് മുന്നോട്ട് വെച്ച കേവലം ചില അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാമും പരിശുദ്ധ ഖുർആനും വലിച്ചെറിഞ്ഞുകൊണ്ട് ഭൗതിക താല്പര്യത്തിനടിമയായി നഹാറുൽ റിജാലിനെ മന്ത്രിയാക്കുമെന്ന മോഹത്തോടുകൂടെ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ അനുയായിയായി മാറുകയാണ്. മുസൈലിമത്തുൽ കദ്ദാബ് നഹാറുൽ റിജാൽ എന്ന ഈ പഴയ സഹാബി വരുന്നതിൻ്റെ മുമ്പ് കേവലം 10,000-ഓളം വരുന്ന അനുയായികൾ മാത്രമുള്ളയാളായിരുന്നു. പക്ഷേ നഹാറുൽ റിജാൽ വന്നതോടുകൂടെ 40,000-ഓളം ആളുകൾ ഒറ്റയടിക്ക് തന്നെ പ്രവാചകന്റെ സഹാബി എന്ന ആ ഓമന പേരിൽ ആ ഒരു കള്ളപ്രവാചകവാദത്തിലേക്ക് കടന്നു വരികയാണ്. ഇത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. ഇന്നത്തെ ഖസീബിൻ്റെ, ഇന്നത്തെ ബുറൈദയുടെ, അതുപോലെ ഇന്നത്തെ റിയാദിൻ്റെ, അനസയുടെ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള ആളുകൾ സംഗമിച്ചുകൊണ്ട് മുസൈലിമയുടെ കൂടെ കൂടുകയും അവർ വലിയ ശക്തിയായി ഖാലിദ് ബിൻ വലീദിനെതിരെ, അതുപോലെ ശുറഹ്ബീൽ ബിൻ ഹസനക്കെതിരെ, സെയ്ദ് ബിൻ ഖൈസിനെതിരെ, സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെതിരെ, അതുപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെതിരെ പടയൊരുക്കാൻ തുടങ്ങുകയാണ്. അക്കൂട്ടത്തിൽ വളരെ സങ്കടകരമായ രംഗം. 12,000-ഓളം സഹാബത്ത് യാത്ര ചെയ്തുകൊണ്ട് മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ തോട്ടത്തിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ നാം അവിടെ പോയിട്ടുണ്ട്. യമാമ സന്ദർശിക്കാൻ സാബിക്ക് അവസരം, നമുക്ക് അവസരം കഴിഞ്ഞിട്ട് അവിടെ വാദി ഹനീഫയുടെ പരിസരത്ത് യമാമയുടെ ഭാഗം 3 ഭാഗങ്ങളിലായി യമാമ ശുഹദാക്കൾ അവിടെ അവരുടെ മഖബറ ഇന്നും നമുക്ക് കാണാം. അങ്ങനെ യമാമയുടെ ആ ഒരു കോട്ട യമാമ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാം. ഏതായാലും ആ
കോട്ടയുടെ അവൻ്റെ വിശാലമായ ആ ഭൂസമ്പത്ത് കൊണ്ട് ധന്യമായ ആ കോട്ടക്കുള്ളിൽ ലക്ഷക്കണക്കിന് വരുന്ന അവൻ്റെ ആ അനുയായി വൃന്ദത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അങ്കുലീ പരിമിതമെന്ന് നമുക്ക് അലങ്കാരിക ഭാഷയിൽ പറയാവുന്ന 12,000-ഓളം വരുന്ന സഹാബത്താണ് ലക്ഷക്കണക്കിന് മുസൈലിമയുടെ ശത്രുക്കളുമായി ഏറ്റുമുട്ടാനുണ്ടായിരുന്നു. ആദ്യം ഉണ്ടായത് 40,000, പിന്നെ ലക്ഷക്കണക്കിനായി. ആദ്യം കേവലം 10,000, നഹാറ് റിജാല് വന്നതോടുകൂടെ ഒരൊറ്റയെടുക്ക് തന്നെ 40,000-ഓളം വന്നു. പിന്നെ അവരുടെ പ്രബോധന ദൗത്യവുമായി ഓരോരുത്തരിൽ നിന്നും വാമൊഴിയാൽ ഈ പ്രബോധനം വളരെ വ്യാപകമായി വന്നതോടെ ലക്ഷക്കണക്കിന് അനുയായികളായി മാറി. അവർ മുഴുവനും മുസൈലിമയെ ഒരു പ്രവാചകൻ എന്നതിലപ്പുറം അള്ളാഹുവാണെന്ന് വാദിക്കാൻ പോലും ഒരു റഹ്മാനുൽ യമാമയാണ്. അതിലപ്പുറം ഇത്രത്തോളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില മുഅ്ജിസത്തുകൾക്ക് പകരമായ മുഅ്ജിസത്തുകൾ കാണിക്കാൻ തുടങ്ങി, ചില മാരണവിദ്യ മാജിക്കുകൾ കാണിക്കാൻ തുടങ്ങി. അഥവാ ഒരു സഹാബിയുടെ കണ്ണ് പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമനീര് തേച്ചു കൊടുത്തപ്പോൾ ആ കണ്ണ് സുഖപ്പെട്ടു എന്ന വാർത്ത വബിഖൈസിഹിം വഖതാദതിൻ മൻ ഐനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസനായി എന്ന് പറയപ്പെട്ട ആ മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവമൊക്കെ കേട്ടപ്പോൾ അതിന് പകരമായി അവൻ കണ്ണിന് ഉമനീര് വെച്ചു കൊടുത്തപ്പോൾ മറ്റേ കണ്ണിന്റെ കാഴ്ച കൂടി പോയി. അതോടുകൂടെ അവൻ ഒരു ദൈവ പരിവേഷത്തിലേക്ക് വരികയാണ്. മാത്രമല്ല ഒരു വഴിയിലൂടെ കാഴ്ച പോയെങ്കിൽ നെഗറ്റീവ് ആയിട്ടല്ലേ? അതെ അതെ, യഥാർത്ഥത്തിൽ അനുയായികൾക്ക് ചിലപ്പോൾ എന്താണെന്ന് പോലുമില്ലാതെ അവരുടെ തലയില്ലാത്ത രീതിയിലുള്ള തലയും വാലുമില്ലാത്ത രീതിയിലുള്ള അനുയായികളായി അവർ അവൻ്റെ കൂടെ ഉറച്ചു നിന്ന സന്ദർഭത്തിലാണ് ഈ 12,000 സഹാബത്ത് അവനുമായി ഏറ്റുമുട്ടാൻ വരുന്നത്. അവർ വന്നു, യുദ്ധം മുറുകുന്നു. അതോടുകൂടെ യാ അസ്ഹാബൽ ഖുർആൻ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യമായി ആ രക്തസാക്ഷിത്വം വഹിക്കാൻ വേണ്ടി നജ്ദിൽ ഏറ്റവും ആദ്യമായി പൊളിക്കപ്പെട്ട മഖ്ബറയാണ് സയ്യിദ് ഇബ്നുൽ ഖത്താബിന്റെ മഖ്ബറ. അത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ നാടിന്റെ തൊട്ടടുത്തായിരുന്നു ഈ സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബർ. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഓ ഖുർആന്റെ അനുയായികളെ, അതുപോലെ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ അൽ ബഖറയുടെ സൂറത്തുൽ ബഖറ, നമുക്കറിയാം ഒരു വീടിൽ നാം ആദ്യമായി താമസിച്ചാൽ ആ വീട്ടിൽ നമ്മൾ കയറിയ ഉടനെ ചെയ്യേണ്ട കാര്യമാണ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക എന്നത്. കാരണം പൈശാചികമായ മുഴുവൻ ശല്യങ്ങളും അതോടെ മാറിക്കിട്ടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അസ്ഹാബുൽ ബഖറ, ബഖറയുടെ ആളുകളെ, നിങ്ങൾ വരൂ, നമുക്ക് യുദ്ധം ചെയ്യാം, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ആവേശത്തോടെ സഹാബത്ത് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വളരെ കൃത്യമായി യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഒന്നാം ദിവസവും രണ്ടാം ദിവസവുമൊക്കെ പരാജയം നേരിയ രൂപത്തിൽ രുചിക്കുകയാണ് ഈ 12,000-ഓളം സഹാബത്ത്. അവസാനം ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു കോട്ട കെട്ടിക്കൊണ്ട്, ഇന്നും ആ വിശാലമായ തോട്ടം നമ്മൾ കണ്ടിരുന്നു, അവരെ മറമാടപ്പെട്ട ആ വിശാലമായ തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ വൻമതിൽ തീർക്കുകയും അങ്ങോട്ടൊരു ആൾക്കും കയറി വരാൻ സാധിക്കാതെ അതിൻ്റെ ഉൾഭാഗത്തിരുന്നു കൊണ്ട് ഒളിയമ്പുകൾ പ്രയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി മുസൈലിമത്തുൽ കദ്ദാബ്. അതോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ, അക്കൂട്ടത്തിൽ വഹ്ഷിയുണ്ട്. നേരത്തെ ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കരൾ പറിച്ചെടുത്തുകൊണ്ട് കടിച്ചു തുപ്പി അവസാനം ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്ന വഹ്ഷി അടക്കമുള്ള സ്വഹാബത്ത് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വളരെ ധൈര്യം സംഭരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ അവരിൽ മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ ഹുദാഫത്തുൽ യമാനി, അങ്ങനെ തുടങ്ങി ഒരുപാട് സഹാബികളുണ്ട്. അക്കൂട്ടത്തിൽ ഹുദാഫത്ത് ബിനുൽ യമാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അടക്കം ഒരുപാട് സഹാബത്ത്. അതാണ് നമ്മുടെ വിഷയം. അങ്ങോട്ട് വരുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട, അവരിൽപ്പെട്ട മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഖുർആൻ അനുയായികളെ, എൻ്റെ കൂടെ നിങ്ങൾ വരണം, നിങ്ങൾ ഈ വാളിൻ്റെ മുകളിൽ, ഒരു സഹാബി പറയാണ്, എന്നെ ഈ വാളിൻ്റെ മുകളിൽ നിങ്ങൾ കയറ്റി നിർത്തിയാൽ, ഒരു കുന്തം വെച്ചിട്ട് ആ വാളിൻ്റെ മുകളിൽ ഞാൻ തൽക്കാലം കാല് വെച്ചുകൊണ്ട് ഞാൻ വെക്കാം, അതിനുശേഷം ഈ വലിയ വൻമതിലെടുത്ത് ചാടിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഡോറ് തുറന്നു തരാം, കോട്ടയുടെ ഡോറ് തുറന്നു തരാം. ആ ഡോറ് തുറന്നു തരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇരച്ച് കയറണമെന്ന് പ്ലാൻ ഇടുകയും അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ട് 4-ാം ദിവസം അങ്ങനെ വാൾമുനമ്പിലൂടെ ഉള്ളോട്ട് കയറി വെട്ടുകളും
കുത്തുകളും ഏറ്റൊരുപാട് പീഡന താടന പർവ്വങ്ങൾ സഹിച്ചുകൊണ്ട് ആ സഹാബി ഡോറ് മലർക്ക തുറന്നു കൊടുത്തതോടുകൂടെ ഈ വരുന്ന 12,000-ഓളം വരുന്ന സഹാബത്ത് ഉള്ളിലേക്ക് ഇരച്ച് കയറുകയും അവർ വളരെ കൃത്യമായി യുദ്ധം ചെയ്യുകയും മുസൈലിമത്തുൽ കദ്ദാബിന്റെ 12,000-ഓളം വരുന്ന അനുയായികളെ അവിടെ വെച്ച് വധിക്കുകയും ചെയ്തു. അത് വളരെ വലിയ ഘോരമായി നടന്ന യുദ്ധമായിരുന്നു. യമാമയുടെ ആ ഒരു സുഗന്ധം അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ വളരെ തക്കം പാർത്തിരുന്നു, എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പ പിതൃവ്യനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു എന്ന രക്തസാക്ഷികളുടെ നേതാവായ സയ്യിദുൽ ശുഹദാ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതിന് പകരമായി പ്രായശ്ചിത്തം ചെയ്യാൻ ഇതാണ് എൻ്റെ അവസരമെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു ആ സമയത്ത് അമ്പെയ്തുകൊണ്ട് മുസൈലിമത്തുൽ കദ്ദാബിനെ കൊല്ലുകയാണ്. ആ സമയത്ത് സഹാബി വനിതമാർ ഓടി വരുന്ന റുഫൈദ ബീവിയുടെ കഥകളുണ്ട്, ഒരുപാട് കഥകളുണ്ട്, നമ്മൾ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ഏതായാലും റുഫൈദ ബീവി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയാണ് ഇസ്ലാമിക്കിലെ ആദ്യത്തെ നേഴ്സ് അവരാണ്. ഇസ്ലാമിക മേഖലയിൽ നഴ്സിന്റെ സേവനം ചെയ്ത് ഇസ്ലാമിക സ്ത്രീകളുടെ മഹൾ വനിതകളെ പറ്റി പറയുമ്പോൾ ഇസ്ലാം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ഒരു പഴഞ്ചൻ പ്രാകൃത ഒക്കെയാണെന്ന് പറയുന്നവർക്കൊരു മറുപടിയാണ്. ആ ഒരു ഇസ്ലാമിക് ആദ്യത്തെ ഒരു നേഴ്സായിരുന്നു വളരെ കൃത്യമായ മറ്റൊരു കണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ഉഹദ് യുദ്ധത്തിൽ പരിക്കേൽക്കുകയും ഒരു ഭാഗം മുറിയായി വരികയും ചെയ്തപ്പോൾ അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല ഒരു ഓയിൽമെന്റ് ഉണ്ടാക്കിയത് റുഫൈദ റളിയല്ലാഹു അൻഹു. അഥവാ ഉണങ്ങിയ ഈന്തപ്പനയോലകളുടെ ഓലകൾ എടുത്തുകൊണ്ട് അത് കരിച്ചു കളഞ്ഞുകൊണ്ട് അതൊരു ഓയിൽമെന്റ് പോലെ ഒരു ലേപനമാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ ശരീരത്തിൽ പുരട്ടിയ മഹൽ വ്യക്തിത്വമാണ് റുഫൈദ റളിയല്ലാഹു അൻഹു. ആ റുഫൈദ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ യുദ്ധത്തിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. ഓരോ സഹാബിമാരോ ദാരുണമായ കഥകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഏതായാലും ആ യുദ്ധത്തിൽ 1200 സഹാബത്ത് വഫാത്തായി. 1200 സഹാബത്ത്. മുസൈലിമയുടെ ഭാഗം അവർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല 12,000-ഓളം ആളുകൾ അതിൽ നിന്ന് മരണപ്പെടുകയാണ്. മാത്രമല്ല ഈ 1200 സഹാബത്തിൽ 58 പേര് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1-ാമത്തെ റമദാൻ നോമ്പിൽ അഥവാ ഹിജറ 2-ാം വർഷം നടന്ന ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 58 സഹാബത്ത് ഈ 1200 സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. മാത്രമല്ല അക്കൂട്ടത്തിൽ 500-ലേറെ സഹാബത്ത്, ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. 500-ലേറെ സഹാബത്ത് പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയ, വളരെ കൃത്യമായി പാരായണ വ്യവസ്ഥകളോടും അതിൻ്റെ ആഴങ്ങളിലുള്ള അർത്ഥത്തിലേക്ക് കടന്നുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയ മഹാരഥന്മാരായ സഹാബത്തും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ വഫാത്തായതോടുകൂടെ വലിയ പ്രതിസന്ധികളാണ്. വിജയത്തിൻ്റെ വെന്നിക്കൊടി നാട്ടിക്കൊണ്ട് നേരെ മദീന മുനവ്വറയിലേക്ക് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ തിരുനേതൃത്വത്തിൽ മാർച്ച് നടക്കുകയാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തൈബയിലേക്ക് മദീനയിലേക്ക് എത്തിയതോടുകൂടെ മറ്റു ദൗത്യത്തിലേക്ക് ആളുകളെ പറഞ്ഞേക്കാൻ പോകുന്ന കൂട്ടത്തിലാണ് 500-ലേറെ ഹാഫിളുകളായ സ്വഹാബത്ത് വഫാത്തായ വിവരം കേൾക്കുന്നത്. അതോടൊപ്പം സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന സ്വന്തം സഹോദരൻ മരണപ്പെട്ടു എന്ന വാർത്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബാണ്, അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് സയ്യിദ് ഇബ്നുൽ ഖത്താബ്. ആ വാർത്ത കേട്ടതോടെ ആ ഹനാക്കിയയുടെ ഭാഗത്ത് വന്നുകൊണ്ട് കിഴക്ക് ഭാഗത്ത് നിന്നടിക്കുന്ന സബ അഥവാ കിഴക്കൻ കാറ്റ് അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട്, പ്രഭാത നേരത്ത് വരുന്ന കാറ്റ് ആസ്വദിച്ചുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയും, മതാത്ത ഹുബ്ബു ശംഅലും ബാലീലു എന്ന് പാടപ്പെട്ട പോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഈ കാറ്റിൽ സെയ്ദിൻ്റെ ഗന്ധമുണ്ട്. കാരണം അവൻ എന്നെക്കാളും മുമ്പ് ഇസ്ലാമിലേക്ക് വന്നു. വഖദ് സബഖനീ ഇലൽ ഇസ്ലാം, എന്നെക്കാളും മുമ്പ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നവനാണ് എൻ്റെ സഹോദരൻ. മാത്രമല്ല വഖദ് സബഖനീ ബിൽ ജന്ന, എന്നെക്കാളും മുമ്പ് പരിശുദ്ധ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്ത മഹാനാണ്. അപ്പോൾ ഇത്തരം ഓരോ സഹാബത്തിനും ദുഃഖമായി. ഹിഫാളുകളായ ഈ സ്വഹാബത്തിൻ്റെ വിയോഗം സ്വഹാബത്തിനിടയിൽ വലിയ ചർച്ചയായി. ഉമർ റളിയല്ലാഹു അൻഹു ആ വേദനയിൽ, സയ്യിദ് ഇബ്നുൽ ഖത്താബിൻ്റെ വിരഹവേദനയിൽ, ഹാഫിളീങ്ങളായ സഹാബത്തിൻ്റെ വിയോഗ വേദനയിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, ഓ സിദ്ദീഖ്, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ
2 ചട്ടക്കുള്ളിൽ ഒരു ഗ്രന്ഥരൂപത്തിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആദ്യമായി ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അരുത് ഉമറേ, ഹബീബ് ചെയ്യാത്തൊരു കാര്യം, ഹബീബ് മുന്നോട്ട് വെക്കാത്തൊരു കാര്യം ഞാനാകുന്ന ഖലീഫ, ഞാനാകുന്ന ഭരണാധികാരി എങ്ങനെ ചെയ്യും? അതിനുള്ള അധികാരം എനിക്കില്ലല്ലോ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1ാം പ്രതിനിധിയായ ഖലീഫത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ധൈര്യം നൽകുന്നു, ചെയ്യണം അബൂബക്കർ, കാരണം ഇതൊരു ഗത്യന്തരമില്ലാത്ത ഘട്ടമാണ്. സഹാബത്തിൽപ്പെട്ട പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയവർ, അവർ ഇവിടെ നിന്ന് പിരിഞ്ഞാൽ, സെയ്ദ് ഇബ്നുൽ ഖത്താബിനെ പോലുള്ള ധീരന്മാർ മരിച്ചാൽ, അൽ ബഖറയുടെ അനുയായികളെ എന്ന് പറഞ്ഞ് യുദ്ധം നടന്ന കഥകളൊക്കെ അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കുകയാണ്. അവസാനം ആലോചിച്ചു, കൂടിയാലോചിച്ചു, സഹാബത്തിനെ വിളിച്ചു. അങ്ങനെ നിങ്ങൾക്കൊക്കെ അതിനോട് സമ്മതമാണല്ലോ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അതെ ഉമർ. അവർ നേരത്തെ പരിശുദ്ധ ഖുർആൻ പോലും 12 സ്ഥലങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായങ്ങൾ പോലും മാറിക്കൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഉദാഹരണമായി മുനാഫിഖിന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മരിച്ച സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയ സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് പറഞ്ഞത്, പോവരുത്, അവൻ മുനാഫിഖാണ്, നബിയെ നിങ്ങൾ അവൻ്റെ പേരിൽ പോവരുത് എന്ന് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോല ഹൃദയത്തോടെ പ്രവാചകൻ കുപ്പായം മാറ്റി തലപ്പാവ് ധരിച്ചുകൊണ്ട് ആ മയ്യിത്ത് നിസ്കാരത്തിൽ, മുനാഫിഖിന്റെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന രംഗത്താണ് പരിശുദ്ധ ഖുർആൻ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധ ഖുർആനിലെ 12ഓളം സ്ഥലങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങൾക്ക് അനുസൃതമായി ഇറങ്ങിയതായി കാണാം. അത്രയും വലിയ മഹാനാണ് സയ്യിദുനാ ഉമർ ബിൻ ഉമർ. അല്ലേ, എൻ്റെ ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറായിരുന്നു. തന്നെ ആ ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തോട് സമ്പൂർണ്ണമായും 100% മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ യോജിക്കുകയാണ്. ഇൽമിനെക്കാളും ആ ഒരു ധീരത കൊണ്ടുമാണ്, അതെ, ധീരതയും ആ ഒരു മനോധൈര്യം കൊണ്ടുമാണ് ഏതായാലും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആ ഉറച്ച തീരുമാനമെടുക്കുകയും ഇതിൻ്റെ ദൗത്യം മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു, ആരാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു? അഷ്റഫുൽ ഖൽഖിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ തറവായി വളരെ കൃത്യമായി പഠിക്കുകയും ആവർത്തിച്ച് ഹബീബിൻ്റെ വിയോഗത്തിൻ്റെയും വഫാത്തിൻ്റെയും മുമ്പ് കൃത്യതയോടെ ഓതിക്കൊടുത്ത് കേൾപ്പിച്ച് ഉറപ്പുവരുത്തിയ മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഖുർആൻ ക്രോഡീകരണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘത്തിൻ്റെ അസിസ്റ്റന്റ് അമീറായി നിശ്ചയിച്ചതാരെയാണ്? സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ഈ അഭിപ്രായം മുന്നോട്ട് വെച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനെ അസിസ്റ്റന്റും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നേതാവുമാക്കി. അങ്ങനെ ഓരോ ആയത്തുകളും എഴുതുമ്പോഴും മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു സമ്പൂർണ്ണമായി ഉറപ്പാണ്, എന്നാലും ഇതര സഹാബത്തിൽ നിന്നും അഭിപ്രായം ഉറപ്പിച്ചു വരുത്തുന്നു. അവരുടെ അടുക്കൽ തോലിൽ എഴുതി വെച്ച ഭാഗങ്ങൾ, അവരുടെ എല്ലുകളിൽ എഴുതി വെക്കപ്പെട്ട ഭാഗങ്ങൾ, ഇതൊക്കെ എടുത്തുകൊണ്ട് കൃത്യമായി ഒരായത്ത് പോലും 2 സഹാബത്തിൻ്റെ ഉറപ്പില്ലാതെ അവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം 23 വർഷങ്ങൾക്കിടയിൽ പലപ്പോഴായി അവതരിച്ച് അവിടെയും ഇവിടെയും എഴുതി വെച്ച ഈ ആയത്തുകൾ ഓരോന്നും ക്രമമായി എഴുതുമ്പോൾ ഓരോ ആയകൾക്കും ഏറ്റവും ചുരുങ്ങിയത് 2 സഹാബത്തിൻ്റെ എങ്കിലും സാക്ഷ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു എഴുതിയത്. സെയ്ദ് റളിയല്ലാഹു അൻഹു ഉറപ്പായിട്ട് പോലും മറ്റുള്ളവരുടെ അഭിപ്രായവും കൂടി എടുക്കാൻ മഹാനവറുകൾ തയ്യാറായി. അങ്ങനെ ആ സംഘം കൃത്യമായി പ്രവർത്തിച്ചു. അക്കൂട്ടത്തിലാണ് സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്ത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ആ ആയത്ത് എഴുതുമ്പോൾ കേട്ട 2 സഹാബിയെ കിട്ടാത്ത അവസ്ഥ വന്നു. അങ്ങനെ കിട്ടാത്ത അവസരത്തിലാണ് അബൂ ഖുസൈമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ആയത്ത് കൃത്യമായി ഓതിക്കേട്ടിട്ടുണ്ട്. അബൂ ഖുസൈമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഒരു സംഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം 2 ആളുടെ സ്ഥാനത്താണ്. 2 പുരുഷന്മാർ
സാക്ഷിയാകുന്ന സ്ഥാനത്താണ് മഹാനായ അബൂ ഖുസൈമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന് നേരത്തെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചയാളാണ്. ആ അബൂ ഖുസൈമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അതിന് സാക്ഷ്യം നിന്നു. അതോടൊപ്പം ഇതര സഹാബത്തും ആ ആയത്ത് തന്നെ കൃത്യതയോടെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു കൃത്യമായി അത് ക്രോഡീകരിക്കുകയും മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ആ മുസ്ഹഫ് കൃത്യമായി 2 ചട്ടക്കുള്ളിൽ വളരെ ക്രമീകൃതമായ രീതിയിൽ അത് ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് മുസ്ഹഫിന്റെ 1ാം ക്രോഡീകരണ ചരിത്രം. ആദ്യത്തെ അല്ലെ, അതായത് ഇപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് നബിതങ്ങൾ ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു ബിദ്അത്താണ്. ഇതൊരു ബിദ്അത്തുൻ ഹസനയാണ്. അതെ, ബിദ്അത്തിന് അതിനെ ബിദ്അത്ത് എന്നല്ല, റസൂലുള്ളാഹി ബിദ്അത്ത് അത് മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിപ്പോകും. അപ്പൊ ബിദ്അത്തുൻ ഹസന അല്ലെങ്കിൽ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹു ഫാഇലിഹി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഹദീസുകളിൽ വ്യത്യസ്തമായ രീതിയിൽ കാണാം. ഏതായാലും ആ ഒരു സന്നയാണ്, ആ ഒരു സുന്നത്താണ് മഹാനായ അതായത് അതും ഒരു പുതിയൊരു കാര്യമാണല്ലോ. കാലഘട്ടത്തിൽ പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തോടെ എതിരാകാത്ത കാര്യത്തിന് മാത്രമാണ്. അത് വിദഅത്തിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം. അതെ അതെ. അങ്ങനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈ ക്രോഡീകരണം നടന്നതോടെ ആ മുസ്ഹഫിന് പിന്നെ പേര് വെക്കണം. എന്ത് പേരാണ്? ചില ആളുകൾ പറഞ്ഞു ഇഞ്ചീൽ എന്ന് പേര് വെക്കാം, മറ്റു ചില ആളുകൾ എന്ന് പറഞ്ഞു സഹീഫ എന്ന് പേര് വെക്കാം, ഏടുകൾ എന്നർത്ഥം വരുന്ന സഹീഫ എന്ന് പേര് വെക്കാം. ഇതൊക്കെ ഖുർആൻ, ഈ ഖുർആൻ 2 ചട്ടക്കുള്ളിൽ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് സൂറത്തുൽ നാസ് വരെ വളരെ 114 സൂറകളിലായി ക്രമീകരിച്ചപ്പോൾ ഇതിനൊരു പേര് വെക്കണം. ആ പേരെന്ത് എന്നതിൻ്റെ പേരിൽ അവിടെ ആ ഒരു സംഘത്തിൽ വലിയ ചർച്ചയായി. ആ സമയത്താണ് എത്യോപ്യയിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യുന്ന മുസ്ഹഫ് എന്ന പേര് സഹാബത്തിൻ്റെ ഇടയിൽ ചർച്ചയാകുന്നത്. കാരണം എത്യോപ്യയുമായി അഭേദ്യ ബന്ധം ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ നാം നേരത്തെ പല വിഷയങ്ങളിലും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖുമാസിയത്ത് ഉസ്മാനൊക്കെ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൂടെ യാത്ര ചെയ്തതും ജാഫർ ബിൻ അബി താലിബിൻ്റെ പ്രഭാഷണവും നജ്ജാഷി റളിയല്ലാഹുവിന് വേണ്ടി മറഞ്ഞ മയ്യിത്ത് നിസ്കരിച്ചതും അതുപോലെ ഇതര കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ നജ്ജാഷി രാജാവിനോടുള്ള ഒരു ബഹുമാന സൂചകമായി ആ നാട്ടിൽ ആ ഹബിഷീനിയയിൽ വളരെ വ്യാപകമായ പേരാണ് മുസ്ഹഫ്. ഇത്തരം കാര്യങ്ങൾക്ക് പറയും. ആ ഒരു പേര് തന്നെ പരിശുദ്ധ ഖുർആന് വെക്കപ്പെടുന്നു. ഒരു എന്താ പറയാ, നമുക്കൊരു കൗതുകമുള്ള ഒരു കാര്യമാണ്. പലർക്കും എനിക്ക് തോന്നുന്നു, കാരണം പലരും മുസ്ഹഫ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോ ആഫ്രിക്കൻ എന്താ പറയാ ഇത്യോപ്യൻ പേരാണ്. അതെ അതെ. ഇസ്ലാമില് ഇപ്പോൾ ഇബ്രാഹിം ആവട്ടെ മൂസയാവട്ടെ ഇതിലൊക്കെ മുഅറബായ പല പദങ്ങളുമുണ്ട്, അറബി വൽക്കരിക്കപ്പെട്ട പല പദങ്ങളുമുണ്ട്. അതിന് ഗൈറു മുൻസരിഫിന്റെ ഒക്കെ ബാബ് ഓതുമ്പോൾ സാധാരണ ഉസ്താദന്മാർക്ക് പറയും അത് മുഅറബാണ് എന്നൊക്കെ പറയും. 2 വജ്ഹു തസ്വീർ, അവിടെ 2 സബബിന് 1 സബബ് മതി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏതായാലും മൂസ, ഇബ്രാഹിം എന്നൊക്കെ അരാമറ്റിക് ഭാഷകളിൽ നിന്നൊക്കെ ഒരുപാട് പദങ്ങൾ. ഇബ്രാഹിം ഹീബ്രു ഭാഷയാണ്, അരാമറ്റിക് ഹിബ്രു ഭാഷയാണ്. അതുപോലെ അരാമറ്റിക് ഭാഷകളിൽ നിന്ന് അതുപോലെ ഫെനീഷ്യൻ ഭാഷയാണ്. ലിബിയായി ലോകത്ത് ഏറ്റവും ആദ്യമായി ഫെനീഷ്യൻ വചനങ്ങളാണ്. ഇപ്പം നമ്മൾ മുമ്പ് ജുബൈലിൻ്റെ ഭാഗങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത സന്ദർഭത്തിൽ നമ്മൾ ഫെനീഷ്യക്കാരെ കുറിച്ച് അന്ന് താറൂത്തിൻ്റെയും അതുപോലെ ദാരീൻ്റെയും ഒക്കെ കഥകൾ പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് നമ്മൾ ഫെനീഷ്യക്കാരെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്തിരുന്നു. ഏതായാലും ആ ഫെനീഷ്യൻ ലിപികളടക്കമുള്ള കാര്യങ്ങളൊക്കെ അറബിയിലേക്ക് വിവിധ രൂപത്തിൽ വരികയും അറബി ഭാഷ വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ട സമ്പന്നമായ ഒരു ഭാഷയുമാണ്. അപ്പോൾ ഏതായാലും മുസ്ഹഫ് എന്ന പേര് എത്യോപ്യക്കാരുടെ പദം അത് സ്വീകരിച്ചുകൊണ്ട് അതിന് പേര് വെക്കപ്പെടുകയും അത് ഇമാമുൽ മുസ്ഹഫായി അല്ലെങ്കിൽ മുസ്ഹഫുകളുടെ നേതാവായി അവിടെ ക്രോഡീകരിക്കപ്പെട്ട് കൃത്യമായി സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വഫാത്തിൻ്റെ അവസാനം വരെ അവിടെ സൂക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്നതോടുകൂടെ നാം നേരത്തെ ചർച്ച ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4മതായി കല്യാണം കഴിച്ച മഹദി ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാക്കളുടെ കൂട്ടത്തിൽ പ്രസിദ്ധയായ മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കരങ്ങളിലേക്ക് ഈ മുസ്ഹഫ് കൈമാറുകയാണ് സയ്യിദ്ന ഉമർ റളിയല്ലാഹു അൻഹു. അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ
ഇടപെടലിൽ ഒരുപാട് ചിന്തകളുണ്ട്. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരിടുന്ന പീഡനത്തിന്റെ പർവ്വങ്ങളിലേക്കുള്ള ഒരു മുൻ കാഴ്ച പോലും അവിടെയുണ്ട്. ഈ ഒരു മുസ്ഹഫ് സ്വന്തം മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹയിലേക്ക് കൈമാറുന്നതിലൂടെ അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹ കോപ്പിയായിരുന്നു, ഒരു കോപ്പി ഉണ്ടാക്കിയത്. അവസാന ഘട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു സബഇന്റെ അതുപോലെ ലോകത്ത് ആദ്യമായി ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് എന്ന ആയത്തെടുത്തുകൊണ്ട് ജൂതയായ മാതാവിൻ്റെയും മുസ്ലിമായ പിതാവിൻ്റെയും മകനായി ജനിച്ച അബ്ദുല്ലാഹിബ്നു സബ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ചില പശ്ചാത്തലത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കരങ്ങളിലേക്ക് ഈ മുസ്ഹഫ് കൊടുക്കുകയാണ്. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹു കൃത്യമായി സൂക്ഷിച്ചു വെച്ച മുസ്ഹഫ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജാമിഉൽ ഖുർആനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ രംഗമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഫസയക്ഫീകഹുമുല്ലാഹ് സിബ്ഗത്തല്ലാ എന്ന സൂറത്തുൽ ബഖറ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കഴുത്തിൽ നിന്നുള്ള രക്തം തെറിച്ചു വീഴുന്നത് സിബ്ഗത്തല്ലാ, അള്ളാഹുവിൻ്റെ ചായം എന്ന് അള്ളാഹു ഉപയോഗിച്ച ഭാഗത്താണ് ആ രക്തം. ഇന്നും ആ മുസ്ഹഫ് ടോപ്പ് കാപ്പി മ്യൂസിയത്തിലും ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്കത് കാണാം. ആ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലൊക്കെ ഈ ഇതിന്റെ പ്രതികൾ നമുക്ക് രക്തം പുരണ്ട ഖുർആൻ ഇന്നും അവിടെയുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വില്യം മൂറിന്റെ ഒരു കഥയുണ്ട്, നമുക്ക് അങ്ങോട്ട് എത്താം. അതിനു മുമ്പ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അസർബൈജാൻ കീഴടക്കിയ കാലം. അസർബൈജാനും അർമേനിയയും തമ്മിൽ യുദ്ധം നടന്നു. വലിയ യുദ്ധമായിരുന്നു. ഘോരമായ ഈ സമരത്തിൽ അസർബൈജാൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അസർബൈജാനിലേക്ക് നമ്മൾ യാത്ര സംഘടിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ ജംഉൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വലിയ കഥക്ക് ഈ അസർബൈജാൻ പാത്രമായിട്ടുണ്ട്. അസർബൈജാനും അർമേനിയയും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അസർബൈജാനിൽ നടന്ന കോലാഹലങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ അന്ന് അർമേനിയക്കാരിൽ പലരും ഇസ്ലാമിലേക്ക് വരികയും അരാമറ്റിക് ഭാഷയുമായി പരിശുദ്ധ ഖുർആൻ കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ചില സംവിധാനങ്ങൾ നടന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇത് വളരെ അന്ന് വ്യാപകമായിട്ട് ക്രിസ്ത്യൻ റിലീജിയൻ ആയിരുന്നു. അതെ, പലരും പരിശുദ്ധ ഖുർആനിൽ കടത്തിക്കൂട്ടാൻ തുടങ്ങുന്ന രംഗത്ത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നേരത്തെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കൽ വന്ന ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ കൂടിയായ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഓ ഉസ്മാൻ, നമുക്ക് മുസ്ഹഫ് കോപ്പിയാക്കണം. അതിൻ്റെ ജംഇലേക്കൊന്ന് ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ 12,000 സഹാബത്തിന്റെ അഭിപ്രായം തേടുകയാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയുടെ തീരങ്ങളിലും ഓരങ്ങളിലുമൊക്കെ ഒരുമിച്ച് കൂടിയ ആളുകൾ മൊത്തം മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അഭിസംബോധനം ചെയ്യുകയാണ്. അവരുടെ അഭിപ്രായം എടുത്തുകൊണ്ട് 7 ഹർഫുകളിലുള്ള ഖിറാഅത്ത് അത് കൃത്യതയോടെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിക്കുകയും മനസ്സിലാക്കുകയും ഈ 7 രീതിയിലുള്ള ഖിറാഅത്തുകളും ഖുറാഇങ്ങളുടെ ഓത്തുകളെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെടുത്തുകയാണ്. എന്നിട്ട് ആദ്യമായി 5 കോപ്പികൾ കൃത്യമായി ഉണ്ടാക്കി വിവിധ ഭാഗങ്ങളിലേക്ക്. ഒരു കോപ്പി മക്കയിലേക്ക്, മറ്റൊരു കോപ്പി സിറിയയിലേക്ക്, മറ്റൊരു കോപ്പി യമനിലേക്ക്, മറ്റൊരു കോപ്പി ബസറയിലേക്ക്, മറ്റൊരു കോപ്പി കൂഫയിലേക്ക്, ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്കും 5 കോപ്പികളാക്കി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാറ്റുകയും അത് വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. 12 കോപ്പികളാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് കോപ്പികളായി സൃഷ്ടിച്ചത്. അതിൽ ഒരു കോപ്പി സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിൽ തന്നെ വെക്കുകയും അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനവറുകൾ ഒരു ദുൽഹിജ്ജ 8 എന്ന് വധിക്കപ്പെടുന്നത്. അന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മകൻ മുഹമ്മദ് ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു വന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടിരോമം പിടിച്ച കഥ നാം മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്താണ് മഹാനവറുകളോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ലൗകാന അബൂക ഹയ്യ, നിന്റെ ബാപ്പയെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രംഗങ്ങളൊക്കെ ഈ ഒരു മുസ്ഹഫ്, ഈ 12 മകനെ യഥാർത്ഥത്തിലെ ഒരു എന്താ പറയുക തർബിയത്തൊന്നും കിട്ടാതെ വളർന്ന ഒരു മകനാണ്. അങ്ങനെ അത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഹജ്ജത്തുൽ വിദാഇന്റെ കാലഘട്ടത്തിൽ കഴിച്ച കല്യാണത്തിലൂടെ ഉണ്ടായ മകനാണ്. തർബിയത്ത് കിട്ടാത്തത് കൊണ്ടല്ല, ആ സഹാബിയാണ്. ശരിക്ക് തെറ്റിദ്ധരിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വധിക്കുന്ന കൂട്ടത്തിൽ ചേർന്ന് പോയി. അതെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കുന്ന
കൂട്ടത്തിൽ ചേർന്നുപോയി. പക്ഷേ ഒരു വാക്കങ്ങ് കേട്ടപ്പോഴേക്ക് സത്യധാരയിലേക്ക് തിരിച്ചു വരാൻ മഹാനവർകൾക്ക് അവസരമുണ്ടായി എന്ന് നാം മനസ്സിലാക്കണം. ഏതായാലും മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ആ ക്രോഡീകരണം, അതാണ് മുസ്ഹഫിൻ്റെ അവസാന രംഗത്തുള്ള വ്യവസ്ഥാപിതമായ ക്രോഡീകരണം. പിന്നീട് ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലഘട്ടത്തിൽ ഹർക്കത്തുകൾ ഇടുന്നു, ചില പരിഷ്കരണങ്ങൾ വരുന്നു എന്നല്ലാതെ ഒരു ഖുർആന്റെ ഒരു വാക്ക് പോലും ഒന്നുപോലും ഇന്നാ നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം അല്പാൽപമായി ഇന്നാ നഹ്നു, അതെ മാഷാ അല്ലാഹ് ജസാക്കല്ലാഹ്, ഹാഫിദ് കൂടിയാണല്ലോ സാബി. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നസ്സൽ എന്ന് പറയുമ്പോൾ ഖുർആൻ ഇറക്കി എന്നല്ല, അല്പാൽപമായി ഇറക്കണീനാണ് നസ്സല എന്ന് പറയുന്നത്. ഇന്ന അൻസൽന എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു എന്നാണ് അർത്ഥം. എന്നാൽ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നാം ഖുർആൻ അല്പാൽപമായാണ് ഇറക്കിയത്. പക്ഷേ അല്പാൽപ്പായിട്ട് ഇറക്കിക്കോട്ടെ, നാം കൃത്യമായി അതിനെ ഹാഫിളീങ്ങളിലൂടെ തന്നെ, അഥവാ ഹിഫ്ദ് പഠിച്ച ആളുകളിലൂടെ തന്നെ അതിനുള്ള സംരക്ഷണവും നാം ഒരുക്കി കൊടുക്കും എന്ന് ഈ പരിശുദ്ധ ഖുർആൻ എന്ന അമാനുഷിക ഗ്രന്ഥത്തിൻ്റെ അത്ഭുതത്തിലേക്ക് നാം കടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക പഠനങ്ങളൊക്കെ ഇപ്പോൾ വില്യം മൂറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രൈസ്തവ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരും അതുപോലെ പാശ്ചാത്യ മേഖലയിൽ മിഷണറി പ്രവർത്തനവുമായി മുന്നോട്ട് പോയ വില്യം മൂർ പറയുന്നുണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ 1/4 നൂറ്റാണ്ടായപ്പോഴേക്ക്, അതേ സ്ഥാനത്ത് തോറയാവട്ടെ ബൈബിളാവട്ടെ കാലങ്ങൾക്ക് ശേഷം യോഹന്നാൻ്റെ, മത്തായിയുടെ, ലൂക്കോസിൻ്റെ, മാർക്കോസിൻ്റെ ഒക്കെ കാലഘട്ടങ്ങളിലാണ് അത് ക്രോഡീകരിക്കപ്പെട്ടത്. 300 വർഷങ്ങൾക്കൊക്കെ ശേഷം. അതെ. എന്നാൽ പരിശുദ്ധ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കൃത്യമായി A to Z അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് 2 ചട്ടകളിലാക്കി വ്യവസ്ഥാപിതമായി 25 വർഷത്തിനുള്ളിൽ, അഥവാ 1-ാം ഖലീഫയുടെ ആ വഫാത്തിൻ്റെ 2 വർഷത്തിനുള്ളിൽ തന്നെ 2 ചട്ടകൾക്കിടയിലാക്കുകയും വ്യവസ്ഥാപിതമായ രീതിയിൽ കോപ്പികളാക്കിക്കൊണ്ട് അത് 25 വർഷം, അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ മുമ്പ് തന്നെ അത് രൂപീകരിക്കപ്പെടാൻ സാധിച്ചു എന്ന് നമുക്ക് വില്യം മൂറിൻ്റെ പഠനങ്ങളിൽ കാണാം. മാത്രമല്ല ബർമിംഗ്ഹാം മ്യൂസിയത്തിൽ, ലണ്ടനിലെ മ്യൂസിയം, ബർമിംഗ്ഹാം മ്യൂസിയം, അതുപോലെ കുവൈറ്റിലെ മ്യൂസിയം, അസർബൈജാനിലെ മ്യൂസിയം, അതുപോലെ തുർക്കിയിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിൽ, ഇവിടെയൊക്കെ ഖുർആന്റെ പഴയകാല പ്രതികളുണ്ട്. ആ പ്രതികളിൽ ബർമിംഗ്ഹാമിലെ ഒരു കോപ്പി എന്നുള്ള അർത്ഥം, പഴയകാല പ്രതി എന്ന് പറഞ്ഞാൽ കോപ്പി എന്നുള്ള അർത്ഥം, പഴയകാല പ്രതികളുണ്ട്. ആ പ്രതികളുടെ അതിൽപ്പെട്ട ഒരു പഴയ കോപ്പി ബർമിംഗ്ഹാമിലുള്ള ഒരു പഠനം, ഒരു ആധുനിക ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ ഡേറ്റ് എന്നാണ് ഈ പേപ്പറുകളും അതുപോലെ എന്നാണ് ഈ പേജുകളുമൊക്കെ ഉത്ഭവിച്ചത് എന്ന കൃത്യതയോടെയുള്ള ഒരു പഠനം നടന്നു. ആ പഠനം നടന്നപ്പോൾ അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൻ്റെയും മുമ്പായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 568-നും 545-നും ഇടക്കാണ് ഈ മുസ്ഹഫ് പ്രതിയെ കുറിച്ച്. അതായത് നബി തങ്ങളുടെ ജന്മം 571-ലാണല്ലോ, അതിനു മുമ്പ്. അതെ, ഇതൊരു ഓറിയന്റലിസ്റ്റുകളുടെ, ഇപ്പോൾ ഹാഫിളായ സാബി ഇത് ചോദിച്ചതിൽ വളരെ കൃത്യതയുണ്ട്. കാരണം അവിടെ ഒരു വിഷയമുണ്ട്. ഇത് പറഞ്ഞിട്ട് ഓറിയന്റലിസ്റ്റുകൾ പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തിന് മുമ്പാണ് അവതരിച്ചത് എന്ന വാദം ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഖുർആൻ എടുത്തു നോക്കിയാൽ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ ഹബീബിന്റെ കാലഘട്ടത്തിലെ 23 വർഷങ്ങളിലെ ഇടപെടലാണെന്ന് നാം നേരത്തെ സൂചിപ്പിച്ചു. പിന്നെ എങ്ങനെയാണ് ഈ പഠനം? അവിടെ ഒരു പ്രശ്നമില്ല. ചിന്തിക്കാത്തത് കൊണ്ടാണ് അത്തരം ഒരു ചർച്ച തന്നെ വരുന്നത്. ചിന്തിക്കാത്തത് കൊണ്ട് ഈ കൃതി എഴുതാൻ ഉപയോഗിച്ച ഗ്രന്ഥം, ആ പേപ്പറുകളെ കുറിച്ചാണ്. ആ പേപ്പർ AD 568 അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ 5 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട ആ കടലാസ് എന്ന് പറയേണ്ട അന്ന് ഉണ്ടാക്കിയ ആ പ്രതലത്തിലാണ് എഴുതപ്പെട്ടത്. എന്നാൽ എഴുത്തിലല്ല. ആ എഴുത്ത് പിൽക്കാലത്താണ്. അത് 570 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം AD 570-ലാണല്ലോ സാബി 70-71 കാലഘട്ടത്തിലാണല്ലോ വന്നത്.
വന്നത്. അപ്പൊ 570-കൾക്ക് ശേഷം അല്ലെങ്കിൽ പ്രവാചകർക്ക് വഹയി കിട്ടിയ ശേഷമാണ് ഈ ഖുർആന്റെ ക്രോഡീകരണവും ഇതൊക്കെ നടക്കുന്നത്. എന്നാൽ അതിനു മുമ്പേ രൂപീകരിക്കപ്പെട്ടപ്പോൾ നമ്മൾ 2000-ൽ ഉണ്ടാക്കിയ കടലാസിൽ 2026 എഴുതുന്ന എത്രയോ ആളുകൾ ഉണ്ടാവൂലേ? 2000-ൽ എഴുതിയ കടലാസ് ഒരാൾ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചാൽ 2026 എഴുതും. അപ്പോൾ ഈ പഠനം വെച്ചുകൊണ്ട് ഓറിയന്റലിസ്റ്റിൽപ്പെട്ട ചില ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി അത് നേരത്തെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഈ ബർമിംഗ്ഹാമിലെ പഠനം എടുത്തുകൊണ്ട് വില്യം മൂർസിനെ പോലുള്ള ആളുകളുടെ ഉദ്ധരണികൾക്ക് വിമർശിച്ചുകൊണ്ട് ചില ആളുകൾ, ചില യുക്തിവാദികളൊക്കെ രംഗത്ത് വരാറുണ്ട്. പരിശുദ്ധ ഖുർആന്റെ ഒരു ഭാഗത്തെ പോലും ഒരാൾക്ക് പോലും ആക്ഷേപിക്കുവാനോ ഇന്ന് വരെ ആ ഒരു രംഗത്തിനില്ലേ, അതിലെ ചെറിയ സൂറയായ സൂറത്തുൽ അസ്ർ പോലും, സൂറത്തുൽ അസ്റിന് പോലും, കൗസറിന് പോലും ഒരു പകരമായ ഒരു ആയത്ത് കൊണ്ടുവരാൻ അന്ന് ഹബീബിന്റെ കാലം തൊട്ട് ഇന്നേ വരെ, കൊറോണ കാലഘട്ടത്തിൽ ചില ആളുകളൊക്കെ ഖുർആനെതിരെ പല ശൈലിയിലും ഉണ്ടാക്കി. അതിൻ്റെയൊക്കെ കഥ എന്താണ്? അറബി സാഹിത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയാണ്. ശൈലി ഉണ്ടാകും, തെറന്നുമുണ്ടാകും, രീതികളുണ്ടാകും. പക്ഷെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു തന്നെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. പല സ്ഥലത്തും ഖുർആൻ വെല്ലുവിളിക്കുന്നു. പകരമായിട്ട് തുല്യമായിട്ട് ഒന്ന് കൊണ്ടുവരും ഓരോ രംഗങ്ങൾ. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇപ്പോൾ ഖലഫ എന്ന പദം കൊണ്ട് തുടങ്ങുന്ന അതിൽ ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നല്ലാത്ത വേറെ ഒരാളിൽ നിന്നാണ് ഇത് ഉണ്ടായതെങ്കിൽ നിങ്ങൾക്കതിൽ വ്യത്യസ്ത രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ കാണാം. പക്ഷെ ഈ ഇഖ്തിലാഫ് എന്ന പദം, അതാണ് സാബി, ഹാഫിളാണല്ലോ സാബി, ശ്രദ്ധിക്കണം. ആ ഇഖ്തിലാഫ് എന്ന പദം പരിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ അർത്ഥത്തിന് ഉപയോഗിച്ചത്. അതുപോലും ഖുർആന്റെ അമാനുഷികതയാണ്. ഖലഫ എന്ന പദം അതുപോലെ മാറി വരുന്നതിനെ കുറിച്ച്, രാത്രി വരുന്ന ഇപ്പോ രാത്രി മാറി വരുന്നു എന്നാണ് അവിടെ അർത്ഥം. ഇവിടെ വൈരുദ്ധ്യം എന്ന അർത്ഥത്തിന് ഏകഭാഗത്ത് മാത്രമാണ്. അതുപോലും ഖുർആന്റെ അമാനുഷികമാണ്. മറ്റൊരായത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം, അള്ളാഹു 2 ഹൃദയം ഒരാൾക്കും കൊടുത്തില്ല എന്ന് പറയുന്നിടത്ത് ഒരു പുരുഷനും കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ, സ്ത്രീക്ക് 2 ഹൃദയം ഉണ്ടാവോ? ഒരു പുരുഷനും 2 ഹൃദയം, അള്ളാഹു ഒരു റജുലിനും 2 ഹൃദയം കൊടുത്തില്ല എന്നാണ് ഒരു ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഒരാൾക്കും കൊടുത്തില്ല എന്ന് നമ്മൾ അർത്ഥം വെക്കും. പക്ഷേ ഖുർആന്റെ പദം എത്ര സൂക്ഷ്മമാണ്. സ്ത്രീക്ക് 2 ഹൃദയം ഉണ്ടാവും. ഗർഭം ധരിക്കുമ്പോൾ കുട്ടിയുടെ ഹൃദയം ആദ്യമേ വയറ്റിലുണ്ടാകും. അപ്പൊ ആ 2 ഹൃദയം ഉണ്ടാകുമെന്ന് പറയേണ്ട സ്ഥാനത്ത് അവിടെ അള്ളാഹു ഉപയോഗിക്കുമ്പോൾ ഒരു പുരുഷനും 2 ഹൃദയം അള്ളാഹു കൊടുത്തില്ല എന്ന് പറയും. പരിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിൻ്റെ ഓരോ പ്രയോഗങ്ങളും അത്ഭുതങ്ങളുടെ കലവറയാണ്. അതൊരു അമാനുഷികതകളുടെ അല്ലെങ്കിൽ മുഅ്ജിസാത്തുകളുടെ ഒരു ലോകം തന്നെയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ തുറക്കുമ്പോഴും വ്യത്യസ്തമായ അത്ഭുതങ്ങൾ. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യും. പക്ഷെ ഓരോ പ്രാവശ്യവും ചിന്തിച്ചോതുമ്പോൾ വ്യത്യസ്ത അർത്ഥതലങ്ങളിലേക്ക് പോകാൻ അർത്ഥമറിയുന്ന ഹിഫ്ളിന്റെ മേഖലയിലേക്കുള്ള ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നത്. അത് നമുക്ക് ഓരോ തവണ ഓതുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ വ്യത്യസ്ത രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അത് തന്നെയാണ് ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ, ഉമ്മത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നാണ് നമ്മളിൽ പലരും അതിനർത്ഥം വെക്കാറ്. പക്ഷേ ഈ ആയത്തിന് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ഖുർആനിൽ അങ്ങനെയല്ല ഇഖ്തിലാഫുൽ അഇമ്മത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ എൻ്റെ ഉമ്മത്തിന്റെ ഇടയിലുള്ള ആളുകളുടെ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസം അർത്ഥം വെക്കരുത്. അവിടെ അർത്ഥം വെക്കരുത്. മാറി മാറി വരുന്ന അഇമ്മത്ത്, അതാണ് അവിടെ അർത്ഥം എന്ന്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ഇങ്ങനെ തുടങ്ങി ഓരോ വാക്കുകളും പരിശുദ്ധ ഖുർആന്റെ ഓരോ സൂക്തങ്ങളും അത്ഭുതങ്ങളുടെ ലോകമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അവസാനമായി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് ക്രോഡീകരിച്ചു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലഘട്ടത്തിൽ അർത്ഥങ്ങളെടുത്തു. പിന്നെ പലരും ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. നാം നേരത്തെ ബർമിംഗ്ഹാമിന്റെ മ്യൂസിയത്തിന്റെ മുസ്ഹഫിനെ കുറിച്ച് പറഞ്ഞ പോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വേറൊരു കോപ്പി ഉണ്ടായിരുന്നു, അത് നായ തിന്നുപോയി എന്നൊക്കെ പറഞ്ഞ് പല യുക്തിവാദികളും ഓറിയന്റലിസ്റ്റുകൾ ഇത്തരം ഹദീസുകളൊക്കെ എടുത്തിട്ട് വളരെ മോശം. അതുപോലെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളുടെ ഖുർആനിൽ സൂറത്തുൽ
സൂറത്തുൽ ഫലഖും നാസും ഉണ്ടായിരുന്നില്ല. അങ്ങനൊന്നുമില്ല. അതെന്ന് പറഞ്ഞ ഓരോ സഹാബാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവരവർക്ക് ആവശ്യമുള്ള സൂറകളും അവരവർക്ക് ആവശ്യമുള്ള ആയത്തുകളും മാത്രം എഴുതി വച്ചിരുന്നു. അവർക്ക് ആവശ്യമുള്ള, അത് ഖുർആൻ A to Z ഉള്ള ഒരു ക്രോഡീകരണമല്ല, മറിച്ച് അവർക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ ചെയ്ത് മറന്നു പോകുമോ എന്ന് അവർ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളെ പോലുള്ളവർ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും അവർക്ക് നേരത്തെ തന്നെ അറിയാവുന്ന സൂറകളാണ്. അതെ അതെ, ഹിബ്റുൽ ഉമ്മയല്ലേ. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് മറക്കാൻ സാധ്യതയുള്ള ചില സൂറകൾ പ്രത്യേകമായി ചില സഹാബത്ത് എഴുതി വെച്ചു എന്നല്ലാതെ അതിൻ്റെ ഭാഗത്ത് അതില്ല. ഇത് അങ്ങനെ ഖുർആൻ ഒന്നും നശിച്ചില്ല. ഇന്നാ നഹ്നു പരിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ ഒരു വള്ളി പുള്ളിക്ക് മാറ്റമില്ലാതെ മഹാന്മാരായ അയിമ്മത്ത് പറഞ്ഞ പോലെ അത് കൃത്യമായി നിലനിൽക്കും എന്നതിൽ യാതൊരു സംശയവും. ഇന്നും നമുക്ക് ഇത്രയും ടെക്നോളജി വികസിച്ച് ഇന്ന് ഇത്രയും കാലങ്ങളായിട്ട് പോലും ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവാത്ത ഒരൊറ്റ ഗ്രന്ഥം നമുക്കറിയാം. ഇന്ന് നമ്മൾ ചാറ്റ് ജിപിടിയോട് ജമീനോട് ചോദിച്ചാൽ പോലും അത് പറയും. അതെ അതെ, ഒരു മാറ്റവും ഇല്ലാതെ അതാണല്ലോ ബർമിംഗ്ഹാമിലെ ഈ മുസഫിന്റെ ബൈബിളിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് ഓരോ ആളുകളുടെ ഇപ്പൊ ബൈബിൾ മലയാളികൾക്ക് ബൈബിൾ സിറിയാനിയിലോ അല്ലെങ്കിൽ ഹിബ്രുവിലോ അവർക്ക് വായിക്കാൻ അറിയില്ല. അവർക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ബൈബിളാണ് ലോക പ്രചാരം ശ്രദ്ധിച്ചത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ തന്നെ അത് കൃത്യതയോടെ, ആ അറബി ഭാഷയ്ക്കുള്ള മഹത്തുണ്ട്, നമ്മൾ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ബിസ്മില്ലാഹി എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആന്റെ ആദ്യം വരുന്നത് ബാ ആണ്, അവസാനം വരുന്നത് നാസാണ് അല്ലെ. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, സീൻ സി എന്നുള്ള അർത്ഥമാണ്. ഖുൽ അഊദു ബിമലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ മിനൽ ജിന്നതി വന്നാസ്. ആ നാസിന്റെ അവിടെ ബ ബസ് മതി. ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ 114 സൂറത്തുകളിൽ സൂറത്തു തൗബയിൽ ബിസ്മില്ല, പക്ഷെ ആ ബിസ്മി എവിടെ കൊണ്ടുപോയി? സൂറത്തു നംലിന്റെ നടുവിൽ കൊണ്ടുപോയി. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങുന്ന ഒരുപാട് അമാനുഷികത ഖുർആനുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും എനിക്ക് ഈ ബൈബിൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബൈബിളിന്റെ യഥാർത്ഥ ഒതന്റിക് ഭാഷയിലല്ല ഇന്ന് നിലനിൽക്കുന്നത്. അല്ല, അതെ അതെ. അപ്പോൾ ഈ ബൈബിളിനോട് അത് ഒരു അരാമിക് അല്ലെങ്കിൽ ഹീബ്രു, സുരിയാനി എന്ന് പറയുന്ന ഭാഷകളൊക്കെ പറഞ്ഞാൽ സെമിറ്റിക് ഭാഷയാണ്. ഇന്ന് നിലനിൽക്കുന്ന സെമിറ്റിക് ഏക ഭാഷ അക്കൂട്ടത്തിൽ പെട്ടത് അറബിക്ക് മാത്രമാണ്. അതെ അതെ. അവനക്കൊന്ന് ഒരാൾ ഇംഗ്ലീഷിൽ ബൈബിൾ വായിക്കുന്നതിനേക്കാളും മലയാളത്തിൽ വായിക്കുന്നതിനേക്കാളും ഏറ്റവും ഉചിതമായിരിക്കുന്നത് അറബിയിൽ വായിക്കലായിരിക്കും. കിതാബുൽ മുഖദ്ദസ്, അതിലായിരിക്കും കുറച്ചും കൂടി കൂടുതൽ അള്ളാഹു എന്നുള്ള പദമൊക്കെ അതിൽ പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നു. അപ്പൊ ഏതായാലും ഈ ഖുർആന് 90ഓളം പേരുണ്ട്, 90കളോളം പേര്. ദിക്ർ, അതുപോലെ തൻസീൽ തുടങ്ങിയ പേര്. എന്നാൽ ഖുർആൻ എന്ന പദമാണ് പരിശുദ്ധ ഖുർആൻ ഇല്ലേ, ബിസ്മിയിലൂടെ സൂചിപ്പിക്കുന്നത് ഖുർആനിലേക്കാണ്. ഈ ഖുർആൻ എന്നുള്ള പദം പോലും അത്ഭുതമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം, അതിന്റെ പേര് ഖുർആൻ. ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയപ്പെടുന്ന പേരിന്റെ അർത്ഥം ഇന്ന് നമ്മള് ചാറ്റ് ജിപിടി എവിടെ ചോദിച്ചാലും നമുക്ക് കൃത്യമായി ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പരിശുദ്ധ ഖുർആൻ. പേരിൽ പോലും, ഖുർആൻ എന്ന പേരിൽ പോലും 90 പേരുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പേരേതാ? ഖുർആനാണ്. പാരായണം ചെയ്യപ്പെടുന്നത് എന്ന അർത്ഥം വരുന്നത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്നത്, പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ തുടങ്ങി ഞാനിപ്പോ പറഞ്ഞപ്പോൾ ഞാനും അത് ചിന്തിക്കുന്നത് ആ ഒരു പേര്. അതെ അതെ. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ലോകത്ത് പാരായണം ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ. ആ ഖുർആന്റെ ആ അർത്ഥം എന്താണ്? പാരായണം ചെയ്യുന്നത്. പരിശുദ്ധ റമളാൻ നേരത്തെ സാബി തുടക്കത്തിൽ ചോദിച്ച ആയതുണ്ടല്ലോ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ എങ്ങനെ തുടങ്ങിയ ഖുർആനാണ് ഏറ്റവും പ്രയോഗിച്ചത്. 90കളോളം പേരുകളിൽ ഖുർആൻ എന്ന മികച്ചു നിൽക്കുന്ന പേര് തന്നെ അതിന്റെ വായനയുടെ ആഴത്തിലേക്കും അതിന്റെ അമാനുഷികതയിലേക്കും സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ചിന്തിക്കുമ്പോൾ ഓരോന്നിനും ഓരോ അർത്ഥങ്ങൾ നമുക്ക് ഓരോ സമയവും നമുക്ക് ഫീൽ ചെയ്യാം. ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാകും. പരിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങൾ പോലും മജാസിയായി വന്നതിൽ പോലും അർത്ഥങ്ങൾ അപ്പുറമാണ്. ഇപ്പോൾ ഒരു രസകരമായൊരു കഥയുണ്ട്. മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു മാർക്കറ്റിൽ ഒരു ചങ്ങാതി ചെന്നിട്ട് പക്ഷിക്കച്ചവടം നടത്തി. പ്രാവിനെയാണ് വിൽക്കുന്നത്. ആ പ്രാവിനെ വിൽക്കുമ്പോൾ അയാൾ വളരെ ഇഷ്ടത്തോടെ ആ പ്രാവിനെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ പ്രാവുണ്ടല്ലോ എപ്പോഴും സംസാരിക്കുന്ന പ്രാവാണെന്ന് പറഞ്ഞ് പ്രാവിനെ വിറ്റഴിച്ചു. ഒരു സാധു വന്നത് വാങ്ങി, എപ്പോഴും സംസാരിക്കുന്ന പ്രാവാണല്ലോ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം കൊണ്ടുപോയി വീട്ടിൽ ചെന്നപ്പോൾ അത് എപ്പോഴും ഒന്നും സംസാരിക്കുന്നില്ല.
സാധാരണയിൽ കൂടുതൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കുറുകും എന്നതിലല്ലാതെ ഒരിക്കലും ഇത് സംസാരിക്കുന്ന രീതി കാണുന്നില്ല. അങ്ങനെ തർക്കമായി. കച്ചവടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പിന്നീട് നിങ്ങൾ എന്നെ കളവ് പറഞ്ഞാണ് വിൽപ്പന നടത്തിയത്, അതുകൊണ്ട് നിങ്ങളുടെ ശരിയല്ല, നിങ്ങളുടെ കച്ചവടം ശരിയല്ല എന്ന് പറഞ്ഞ് മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഫത്വ ചോദിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ കച്ചവടം ശരിയല്ല, അത് ബാത്തിലായ കച്ചവടമാണ്, കാരണം കളവ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കച്ചവടം നടത്തിയതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയ ആൾ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദ് കൊടുത്ത ഫത്വ തെറ്റാ, ഉസ്താദ് കൊടുത്തതല്ല, ആ ഫത്വ തെറ്റാണ്, മറിച്ച് ആ കച്ചവടം ശരിയാണ്. കാരണം എന്താണ്? എപ്പോഴും സംസാരിക്കുക എന്ന് ഖുർആൻ എടുത്തിട്ട് ഖുർആൻ്റെ പ്രയോഗങ്ങളിലേക്ക് നമ്മൾ വരുന്നത്. എപ്പോഴും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് എപ്പോഴും പതിവിൽ കൂടുതലായി സംസാരിച്ചാൽ തന്നെ എപ്പോഴും സംസാരിച്ചു എന്ന് ഒരു കച്ചവടക്കാരനെ കുറിച്ച് പറയാം. അതിനെന്താ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന സഞ്ചരിക്കുന്ന ഖുർആൻ, ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹോദരി ഒരിക്കൽ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, കാരണം അയാൾ എപ്പോഴും വടിയെടുക്കുന്നയാളാണ്, എപ്പോഴും വടിയെടുക്കുന്നയാളാണ്. പക്ഷെ ആ പറയപ്പെട്ടയാൾ എപ്പോഴും വടിയെടുക്കുന്ന ആളായിരുന്നില്ല, എപ്പോഴും വടിയെടുക്കുന്ന ആളായിരുന്നില്ല, മറിച്ച് അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം പലപ്പോഴും തർക്കിക്കുകയും അതുപോലെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ആ വിവാഹത്തിൽ നിന്ന് ആ സഹോദരിയോട് വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ അതിൻ്റെ തെളിവ് എന്താണ്? സാധാരണയിൽ കൂടുതൽ വടിയെടുത്തിട്ട് എപ്പോഴും തർക്കങ്ങളിലേക്ക് പോകുന്ന ഒരാളെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും വടിയെടുക്കുന്ന ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്തരം പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആനിലുമുണ്ട്. ഇതൊക്കെ തെളിവെടുത്തുകൊണ്ടാണ് സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ഉസ്താദിന്റെ ഫത്വയെ തിരുത്തിക്കൊണ്ട് പറയുന്നത് അത് ശരിയാണ്, കാരണം ആ കച്ചവടം ശരിയാണ്. പതിവിൽ കൂടുതലായി കുറുകുന്ന ഒരു പ്രാവിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുക എന്ന പ്രയോഗം പോലും അത് ശരിയാണെന്ന് പരിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരങ്ങളിലേക്കും നോക്കി പറഞ്ഞതായി കാണാം. ഒരു ആലങ്കാരിക പ്രയോഗം ചില ആൾക്കാരെ പറ്റി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അതെ അതെ അതെ, അതൊക്കെ മജാസിയായ പ്രയോഗങ്ങളാണ്. അപ്പൊ ഇതൊക്കെ സാന്ദർഭികമായി മനസ്സിലാക്കി കൃത്യതയോടെ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധ ഖുർആനുമായി അടുത്തറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ പരിശുദ്ധമായ റമദാൻ ഇങ്ങനെ ഒരു വിഷയം ഹാഫിളായ സാവി പരിശുദ്ധ ഖുർആനെ കുറിച്ച് തന്നെ ഒരു ചർച്ചയിലേക്കും അതിൻ്റെ ക്രോഡീകരണത്തിലേക്കും കൊണ്ടുവന്നതിൽ ഏറെ സന്തോഷം തോന്നുന്നു. അള്ളാഹു നിങ്ങളുടെയും നമ്മുടെയും ഒക്കെ ഇൽമുകളിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഖുർആനുമായി ഈ റമദാൻ മാസത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പാരായണം ചെയ്തുകൊണ്ടും അർത്ഥങ്ങൾ ചിന്തിച്ചുകൊണ്ടും അർത്ഥതലങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും പണ്ഡിതന്മാരുടെ അർത്ഥങ്ങളിലേക്ക് ചെന്നുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാന മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ ഈ പരിശുദ്ധ റമദാൻ ഒരു കാരണമാവട്ടെ, അതിനുള്ള പശ്ചാത്തലം ഒരുങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് തൽക്കാലം ഈ ഒരു സംസാരം നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് സാബിതന്നെ നേരത്തെ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ സൂചിപ്പിച്ച പോലെ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തുകൊണ്ട് റമദാനിൽ പ്രസവിക്കപ്പെട്ടില്ല നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അതൊരു വളരെ കൃത്യതയോടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അതുപോലെ പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഹഫ്സ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ജുവൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹദിമാരായ ഭാര്യമാരെ കുറിച്ച് നമുക്ക് ഓരോ ഭാര്യമാരെ പറ്റി എന്തുകൊണ്ട് റസൂൽ ഇത്രയും കല്യാണങ്ങൾ കഴിച്ചു, അവരും റമദാനുമായുള്ള ബന്ധം, അവരും ഖുർആനുമായുള്ള ബന്ധം, ഇതൊക്കെ നമ്മുടെ കാരണങ്ങൾ ആളുകൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ധന്യമായി റമദാനില് നമുക്ക് തന്നെ നമ്മളിപ്പോ ഖുർആനെ പറ്റി പറഞ്ഞു. ഇത് കേട്ടിട്ട് ഒരാള് ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഒരു വിജയം അല്ലെ. ഓരോ ആളുകൾക്കും നിങ്ങൾക്ക് എന്തൊക്കെ വിഷയങ്ങളാണ് അറിയാൻ ആഗ്രഹിക്കുന്നുള്ളത് അതൊക്കെ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ആ വിഷയത്തെ പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇതായാലും നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കുടുംബക്കാരിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ദിവസം നമുക്ക് അടുത്ത എന്താ പറയാ ചർച്ചയിൽ നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.